ഒന്നും പറഞ്ഞില്ല. ഡോക്ടറെ എനിക്ക് ഒറ്റ മോളെ ഉള്ളൂ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു പാലിന്റെയും അല്ല സോയാബീന്റെയും പാലിന്റെയും പാറിന്റെയും എല്ലാം കൂടെ ഉള്ള പ്രോട്ടീൻ പൗഡർ കിട്ടാനുണ്ട്, അത് വാങ്ങി കൊടുക്കാമോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ ഈ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞൊരു ഹോം ഷോപ്പിൽ കേൾക്കടത്ത് 1,00,000 രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് ഈ സാധനമൊക്കെ എന്റെ കസ്റ്റഡിയിൽ വീട്ടിലുണ്ട് എന്നുള്ള ഒരു ധൈര്യത്തിലും കൂടെ ആയപ്പം അപ്പൊ കൊടുത്തോളാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞത് നല്ല പഴങ്ങൾ വാങ്ങി കൊടുക്കണം. പഴങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ഡോക്ടറെ ഒന്ന് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല പഴങ്ങൾ എന്ന് പറയുന്നത് ആപ്പിള് പോലത്തെ പഴങ്ങൾ, ആപ്പിള് മേടിച്ചു കൊടുക്കാനോ അല്ല, ആപ്പിൾ പോലത്തെ പഴങ്ങൾ വാങ്ങി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ആപ്പിൾ ഒരു ആന്റി ഓക്സിഡന്റ് അല്ലേ ഡോക്ടർ? അങ്ങനെയാണെങ്കിൽ ഏറ്റവും നല്ല ആന്റി ഓക്സിഡന്റ് ബെറി പഴങ്ങളിൽ ആണെന്ന് കേട്ടിട്ടുണ്ട്, അതിന്റെ സത്ത് കിട്ടാനുണ്ട്, വാങ്ങിക്കൊടുക്കാമോ? പിന്നെ ഒരു ചോദ്യത്തിന് അവസരം തരാതെ ഡോക്ടർ പറഞ്ഞു നല്ലതെല്ലാം വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോ പിന്നെ എനിക്ക് എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടതാണ് റൊസാർമേ ടീച്ചർ വരുന്നു. മോൾക്ക് കൊടുക്കേണ്ട സാധനങ്ങൾ മുഴുവനും ഒരു ഡയറിയിൽ ഇവിടെ വന്ന് ഒരു ഡയറിയിൽ ലിസ്റ്റ് ചെയ്തു തന്നു. അപ്പൊ ആ പ്രോഡക്റ്റുകൾ അത് തന്നെ അവരുടെ നിർദ്ദേശം അനുസരിച്ച് കഴിക്കാൻ കൊടുക്കാൻ തുടങ്ങി. ഒരു ദിവസം ആരംഭിച്ചത് 95-ലായിരുന്നു. തുടർച്ചയായിട്ട് 95 കൊടുത്തു, പ്രോട്ടീൻ പൗഡർ കൊടുത്തു, ബാക്കി കുറെ അധികം പ്രോഡക്റ്റുകൾ സ്പൈറലിന ഗോൾഡും ഫീലിംഗ് ആൻഡ് കാപ്സൂളും ഒക്കെ ഉള്ള അതുപോലെയുള്ള സാധനങ്ങളെല്ലാം കൊടുത്തു. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് കൊടുത്തോണ്ടിരിക്കുമ്പോഴും ട്രീറ്റ്മെന്റും തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 4-ാമത്തെ ദിവസം ഡോക്ടറൊക്കെ വീണ്ടും ചെന്ന് കണ്ടപ്പോ എന്ന് പറഞ്ഞാൽ 2 ഡോസ് മരുന്ന് പൂർത്തിയാക്കിയ ദിവസം ഡോക്ടർ എന്നോട് ചോദിച്ചു ഇവൾക്ക് എന്താണ് വേറെ കൊടുക്കുന്നത്? പക്ഷെ അത് അന്നേരം ആ വാചികാർത്ഥത്തിൽ മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ, അത്രയും കൂടുതൽ കടന്ന് ചിന്തിച്ചില്ല. ഞാൻ എന്താണേലും ഡോക്ടറോട് പറഞ്ഞു, സത്യത്തിൽ ആദ്യം ഒന്ന് പേടിച്ചു പോയി, എന്തെങ്കിലും കുഴപ്പമായി പോയോ ഒന്നും. എന്നിട്ട് പറഞ്ഞു ഏതായാലും നല്ല കാര്യം, അവൾ ക്ഷീണമില്ല എന്നുള്ളൊരു വാക്ക് മാത്രം പറഞ്ഞു വിട്ടു. പിന്നീട് ബാക്കി ട്രീറ്റ്മെന്റ് തുടർന്നു. 8-ാമത്തെ ദിവസം കീമോയ്ക്ക് ചെന്നപ്പോഴാണ് ഡോക്ടർ പറയുന്നു ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഞാൻ അന്നേരം ഇത് പറയുന്നത് കേട്ടപ്പോൾ ഡോക്ടറെ ഒന്ന് നോക്കി, 12 കീമോ വേണമെന്ന് പറഞ്ഞത് 4 എണ്ണം ആയപ്പം ഇന്ന് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഞാനൊന്ന് മുഖത്ത് നോക്കി പറഞ്ഞു ഇപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഇനി ഒരു 3 മാസം കഴിഞ്ഞ് ഒരു സ്കാനിങ് ഉണ്ട്, വേണമെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം, എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എന്താണേലും ദൈവത്തിന്റെ കൃപയും ഈ നമ്മുടെ പ്രോഡക്റ്റിന്റെ പവറും ഇതെല്ലാം അവളുടെ ഭാഗ്യവും ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നപ്പം തമ്പുരാൻ അനുഗ്രഹിച്ച് ഇപ്പോൾ അതിനുശേഷം 10 പൈസയുടെ മരുന്ന് വാങ്ങി കൊടുക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഡോക്ടർ പറയുന്ന സമയത്തെല്ലാം കൃത്യമായി പീരിയോഡിക്കൽ ചെക്കപ്പിന് ചെല്ലുമായിരുന്നു. ഒരു പ്രാവശ്യം പോലും ഒരു കുഴപ്പവും കണ്ടിട്ടില്ല. ഇപ്പോൾ മോള് ജർമ്മനിയിലാണുള്ളത്, അവൾ അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്നു. ആ വിദേശത്തേക്ക് പോകാനായപ്പോഴും ഡോക്ടറുടെ പെർമിഷനോടുകൂടി തന്നെയാണ് പറഞ്ഞു വിട്ടത്. കാരണം ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അവക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, അവളെ പോയി എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിച്ചോട്ടെ എന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അങ്ങനെ എന്റെ മോളെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇത്തരം ഈ ചിന്തകളും സംസാരങ്ങളും എല്ലാം നമ്മുടെ പ്രോഡക്റ്റിന്റെ പവർ എനിക്ക് ബോധ്യപ്പെടുത്തുന്നത്. അനുഭവങ്ങൾ ഗുരു എന്ന് പറഞ്ഞ പോലെ കൂടുതലായി അനുഭവത്തിൽ വന്നപ്പോൾ ഇതായി. ഈ ഒരു ധൈര്യം വെച്ചോണ്ടാണ് ചേട്ടന്റെ ഭാര്യയ്ക്കുണ്ടായിരുന്ന 5 ബ്ലോക്കുകൾ മാറ്റാൻ 6 എണ്ണം ഉണ്ടായിരുന്നു. 1 എണ്ണം ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്, ബാക്കി ബൈപ്പാസ് പറഞ്ഞിരുന്നു. ഏതാണേലും ചേട്ടന്റെ മോള് വീട്ടിൽ കൂടെ കയറി വന്നപ്പോ അവളുടെ കയ്യിൽ ഒരു ബോട്ടിൽ ബെൽഹാർട്ട് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു ഇത് നീ അമ്മക്ക് കൊടുക്കണം, കൊടുത്താ പോരെ, കഴിച്ചു എന്ന് ഉറപ്പാക്കണം, 2 ലിറ്റർ തൊട്ട് 3 ലിറ്റർ വെള്ളം വരെ കുടിക്കണം, ഈ 2-3 കാര്യങ്ങൾ നിന്റെ ഉത്തരവാദിത്തത്തിൽ നടക്കണം എന്ന് ചേട്ടന്റെ മോളോട് പറഞ്ഞു വിട്ടപ്പോൾ മോൾ അത് ചെയ്തു. അങ്ങനെ ഏതാണേലും ഇതുവരെ ഹാർട്ട് ഓപ്പറേഷൻ നടത്താതെ ചേട്ടത്തേക്ക് താമസിക്കാൻ ജീവിച്ചു പോകുന്നുണ്ട്.
ഈ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പരിചയവും ഇല്ലാത്ത. അപ്പോഴത്തേക്ക് നമുക്ക് പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള വിശ്വാസം വർദ്ധിച്ചു. ഞാൻ ഇതിനിടയിൽ ഒരു പെരവണ് തരുന്നു. പെര കാണാൻ വേണ്ടി നമ്മുടെ ബഹുമാനനായ ടോണി സാറ് കുടുംബവും വീട്ടിലെത്തുന്നു. അപ്പോ ടോണി സാറിനെ കുറിച്ച് ഞാനൊന്ന് പഠിച്ചപ്പോ അദ്ദേഹം ഒരു ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിൽ നിൽക്കുന്ന അവസരമാണെന്ന് തോന്നി. എന്താണേലും ഇതിനെ കുറിച്ചൊന്ന് പറയാമെന്ന് തോന്നി. പറഞ്ഞു. അങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഒരു ഷെൽഫിനകത്ത് ഈ പ്രോഡക്റ്റുകളല്ല ഇങ്ങനെ വെച്ചിരുന്നത്. എന്താണ് സാറേ ഈ ചുമലക്കുപ്പികളല്ല ഇരിക്കുന്നതെന്ന് സാറിന്റെ വൈഫ് എന്നോട് ചോദിക്കാനിടയായി. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നിടത്തോളം കാര്യങ്ങൾ ബാക്കി പറയാൻ ഞാൻ നേരെ അവരെ ആൻഡ്രൂ സാറിന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെ ഏതാണേലും ഇന്ന് ആ ടോണി സാറ് കമ്പനിയുടെ സോണൽ ടീം കോർഡിനേറ്ററാണ്. അപ്കമിങ് STC ആയിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഒരു ധൈര്യത്തിലാണ് ഞാൻ പഠിപ്പിച്ച കുഞ്ഞിന്റെ ഒരു കൊച്ചിന്റെ അമ്മ കൊച്ചു വിളിച്ചപ്പോ അമ്മയുടെ വയറ്റിൽ മുഴയാണെന്ന് പറഞ്ഞ് ഏതായാലും ഒന്ന് പോയി അന്വേഷിക്കാൻ തീരുമാനിച്ചു. ചെന്നു. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിൽ ചോദിച്ചു കഴിഞ്ഞപ്പം ഹസ്ബൻഡ് അന്നേരം വീട്ടിലില്ല. ഹസ്ബൻഡ് വരുമ്പോ ചോദിച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഈ പ്രോഡക്റ്റുകൾ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ, എനിക്ക് അന്നേരം ഈ പ്രോഡക്റ്റിന്റെ ഗുണത്തെ കുറിച്ച് പറയാൻ അത്രയും തന്നെ അറിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് രണ്ടോ പ്രോഡക്റ്റ് സാധനം തരാം. അപ്പൊ നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്, നിങ്ങൾക്ക് ചിലപ്പം മാറ്റം വന്നേക്കാം. അത് ഹസ്ബൻഡ് വരുമ്പോ ചോദിച്ചിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നേരെ വീട്ടിലേക്ക് പുള്ളിയെ വിട്, ഞാൻ സാധനം കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ കൊടുത്തുവിട്ട് ആളും ആണ് നമ്മുടെ ഇപ്പോഴും STC റാങ്കിൽ നിൽക്കുന്ന ഓമന സനീഷ് മാഡം. ഓമന മാഡം ഇപ്പം STC റാങ്കിലെത്തി. ഓമന മാഡം സജീവമായി നമ്മുടെ ഇത് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറെ പേരിലേക്ക്, അപ്പൊ സാറ് പറഞ്ഞ പോലെ അങ്ങനെയാണ് രണ്ട് സൈഡിലും ഒരു ശക്തമായ ടീം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി തന്നത്. അതുകൊണ്ട് വളരെ ഇപ്പോ ഞാനും ഈ പറയുന്ന പോലെ STC കഴിഞ്ഞ RTCയിലേക്ക് അടുത്തോണ്ടിരിക്കുന്നു. ഏതാണേലും ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞതുകൊണ്ടൊക്കെയാണ് ഇപ്പം ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. അല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഷുഗറും ഇതിനിടയ്ക്ക് സ്ട്രോക്ക് ഉണ്ടായിട്ടുണ്ട്, അതിനിടയ്ക്ക് ഒരു അറ്റാക്ക് പോലെ വന്ന് അത് ഈ പറയുന്ന പോലെ നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു വർക്കിന് പോയേച്ചും വന്നപ്പം വളരെ യാദൃശ്ചികമായി മറ്റൊരു ആളിന്റെ കൂടെ, അതായത് സതീഷ് ബാബു സാറിന്റെ കൂടെ പോകേണ്ടതുകൊണ്ട് ഞാൻ എന്റെ വണ്ടി എടുക്കാതെ പോയുണ്ട്. തിരിച്ചു വന്നപ്പോ കുറച്ച് നടക്കേണ്ടി വന്നു. നടന്നു വന്നു അവസാന ഭാഗത്ത് വീട്ടിലേക്ക് വരുമ്പോ ഒരു ചെറിയ കയറ്റമുണ്ട്. ആ കയറ്റം കയറാൻ കഴിയാതെ വന്ന് എന്താണെന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് 2 ബ്ലോക്കുകൾ കണ്ടെത്തി. ആ ബ്ലോക്കുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ പറഞ്ഞ സംഭവം ആ അലോപ്പതി ഡോക്ടർക്ക് വേറെ മാർഗമൊന്നുമില്ല. വെറുതെ അല്ല, കോട്ടയത്തെ ഭാരത് ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത് ഹാർട്ട് ബൈപ്പാസ് ആണ്. ഞാൻ പറഞ്ഞു, എനിക്കൊരു 3 മാസം കാലാവധി തരാമോ എന്ന് ചോദിച്ചു. തരാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, 3 മാസം കാലാവധി തന്നിട്ട് തരാൻ പറ്റുമെങ്കിൽ ഒരു സപ്ലിമെന്റ് ഉണ്ട്, അതൊന്ന് കഴിച്ചു നോക്കിയിട്ട് വേണമെങ്കിൽ ഓപ്പറേഷൻ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞു. ഏതാണേലും 3 മാസം ആയപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ വെൽഹാർട്ട് എന്ന് പറയുന്ന പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പം കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല, സമയം ഒത്തിരി വൈകി. ഏതാണെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ വളരെ നല്ലൊരു അവസരത്തിൽ കടന്നു വരാൻ കഴിഞ്ഞതിൽ ദൈവത്തിനും എനിക്ക് ഈ അവസരങ്ങൾ ഉണ്ടാക്കി തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. അതുപോലെ ഇന്നത്തെ ദിവസം, ഈ 2017 ദിവസം എന്നെ എക്സ്പീരിയൻസിന് വിളിച്ച ആൻഡ്രൂ സാറിന്, എൻ്റെ അപ്ലൈ ലീഡർ കൂടിയായ ആൻഡ്രൂ സാറിന്, ടീച്ചറിനും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഇതേപോലെ ഇന്ന് ഇവിടെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം സർ. താങ്ക് യു സാർ, താങ്ക് യു. ഒത്തിരി അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് സാറ് പറഞ്ഞു തന്നു. സാറിന്റെ മോളുടെ റിസൾട്ടുകളെ, സാറിന്റെ സ്വന്തം റിസൾട്ടുകളെ, സാറിന്റെ അനിയന്റെ